ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ സുഹൃത്ത് മൃദുലാദേവി, സഹോദരന്മാരെ, ഇപ്പോൾ സ്വാമിച്ചൻ പറഞ്ഞ പോലെ ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പൊതുപ്രവർത്തനങ്ങളൊന്നും ഇടപെടാറില്ലായിരുന്നു. ആദ്യമായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പൊതുപരിപാടി പങ്കെടുക്കുന്നത്. അത് സ്വാമിച്ചൻ പറയുകയും ഈ വിഷയത്തോടുള്ള താല്പര്യം കൊണ്ടാണ്. ഒന്ന്, കേരളത്തിൻ്റെ ആധുനീകരണവും സമുദായവൽക്കരണം എന്നുള്ളതാണ്. ആധുനീകരണം നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് പഴയ ക്ലാസിക്കൽ ആധുനീകരണമാണോ? സമകാലീന അവസ്ഥയിൽ കേരളം എത്രമാത്രം ആധുനികവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളത്. അതായത് 1990 ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരൊക്കെ പറയും ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നെന്നും. ഇതാണിപ്പം പുതിയ ആധുനികവൽക്കരണം. മറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഇത് ആഗോളവൽക്കരണത്തിൻ്റെയോ ഉദാരവൽക്കരണത്തിൻ്റെയോ ഘട്ടമായിരുന്നില്ല. മറിച്ച് നമ്മുടെ സാമൂഹ്യ ഘടനയിലുള്ള ചില വൈരുദ്ധ്യങ്ങളായിരുന്നു ആധുനികവൽക്കരണത്തിന് അടിത്തറയായത്. ഇന്ന് ആ ഘട്ടങ്ങളൊക്കെ മാറുകയും ഈ ഘട്ടങ്ങളിൽ ഈ ദളിത് വിഭാഗങ്ങളുടെ സ്ഥാനനിർണ്ണയം നടത്തുക എന്നുള്ളതാണ് പ്രസക്തമായുള്ളത്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ സമുദായം എന്തായിരിക്കണം, അല്ലെങ്കിൽ സമുദായം എങ്ങനെ നിർവചിക്കപ്പെടണം എന്നുള്ളതും വളരെ പ്രസക്തമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചെറിയൊരു അനുഭവം പറയാം. നിങ്ങൾക്കറിയാം വടയമ്പാടി സമരം, അതെന്താണ് എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. വടയമ്പാടി സമരത്തിലേക്ക്, ആ സമരത്തിൽ ഞാനും മൃദുലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേര് ഈ സമരം മുഖ്യമായ ആ സമരം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ ഈ വടയമ്പാടി ചെന്നിട്ടുന്നുണ്ട്. അപ്പം സമരം നടന്ന അയ്യപ്പൻകുട്ടി മറ്റു ചില ദളിത് സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇനി ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ 93 സെൻറ്റ് സ്ഥലം അത് പൊതുസ്ഥലമായിട്ടല്ല നിലനിർത്തേണ്ടത്, അത് ദളിതരുടെ സ്വന്തം സ്ഥലമാണെന്ന് നിങ്ങൾ ആവശ്യപ്പെടുക. നിങ്ങളുടെ സ്ഥലം ആവശ്യപ്പെടുക, അതായത് ദളിതരുടെ ഒരു സ്വത്ത് എന്നുള്ളതിലേക്ക്, ഒരു സാമുദായിക സ്വത്ത് എന്നുള്ളതിലേക്ക് നിങ്ങൾ ആവശ്യപ്പെടുക. അതിനായി അവിടെ 3 കോളനികളാണ് ഉള്ളത്. 3 കോളനികളിൽ 150ഓളം കുടുംബങ്ങളുണ്ട്. അതിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഉദ്യോഗമുള്ളവരുണ്ട്, എൻജിനീയറിംഗ് ബിരുദങ്ങൾ, അങ്ങനെ ബിരുദധാരികളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഈ സ്ഥലം ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവരിക, ഗവൺമെൻറ് ആവശ്യപ്പെടുക. അതല്ല എങ്കിൽ വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ക്ഷേത്രം അവിടെയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഉണ്ടാക്കിക്കൊണ്ട് ആ ഭരണസമിതിയിലേക്ക് ഈ ഭൂമി വേണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുക. ഇതാണ് ഞാനൊരു പറഞ്ഞ കാര്യം. പിന്നീട് എറണാകുളത്ത് വെച്ച് ഇത് ചെറിയ ഒരു ചർച്ച വന്നു. അതായത് അവരുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര ചർച്ച വന്നു. അപ്പോൾ എറണാകുളത്ത് ഒരു കൺവെൻഷൻ വയ്ക്ക്, അതിൽ എന്നെയും കൂടെ പങ്കെടുപ്പിച്ചു. അപ്പോൾ ഞാൻ മുഖ്യവും പ്രശ്നം പറഞ്ഞത് സ്വത്ത് എന്ന് പറയും, സ്വത്തുടമസ്ഥത എന്ന് പറയുന്നതിന് 3 ഘടകങ്ങൾ ചേർന്നാണ് സ്വത്തുടമസ്ഥത. ഒന്ന് വ്യക്തിഗതമായ സ്വത്ത്, 2 സാമുദായിക സ്വത്ത്, 3 2 കുടുംബസ്വത്ത്, കുടുംബപരമായ സ്വത്തുടമസ്ഥത, 3 സാമുദായിക സ്വത്തുടമസ്ഥത. ഇതാണ് ദളിതരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് സ്വത്തുടമസ്ഥയ്ക്ക് എതിരേക്കേണ്ട കാര്യം. അപ്പം വടയമ്പാടിയിലെ ഭൂമി ഈ 93 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് ഈ ദളിതരുടെ ഒരു സാമുദായിക സ്വത്ത് എന്നുള്ളതിലേക്കാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പൊതു സ്വത്തായിരിക്കണം എന്നുള്ളതാണ്, പൊതു ഉടമയിലായിരിക്കണം, എല്ലാവർക്കും കൂടി ആയിരിക്കണം. ഇത്തരം കപട സിദ്ധാന്തമൊക്കെ വയ്ക്കുന്ന വലിയൊരു പങ്ക് CR നീലകണ്ഠനൊക്കെ ഉണ്ട്. ശ്രീരാഘവൻ നേരം പറയേണ്ട, ദളിതർക്ക്
ദളിതരുടേതായ ഒരു സാമുദായിക സ്വത്തോ വ്യക്തി സ്വത്തോ ഒന്നും പാടില്ല, എല്ലാം പൊതുവായിരിക്കണം പറയണം. അതിന് അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ അയ്യങ്കാളി സ്വകാര്യ സ്വത്തിന് വേണ്ടി ബാധിച്ചില്ലെന്നുള്ളതാണ്. അയ്യങ്കാളി വഴി നടന്നപ്പോഴാണ് പൊതു വഴി ഉണ്ടായെന്നാണ് പറയണത്. അദ്ദേഹം പറയുന്നത് വാസ്തവം പറഞ്ഞാൽ എന്താണ് സംഭവം? നമ്മൾ കേരള ചരിത്രം പരിശോധിച്ച് നോക്കുക. ബ്രാഹ്മണർക്ക് നടക്കുന്ന വഴി കൂടെ നായർക്ക് നടക്കാൻ പാടില്ലായിരുന്നു. നായരവിടെ നടന്നപ്പോൾ ആ വഴിയിലൂടെ ഈഴവനെ നടത്താൻ അനുവദിച്ചില്ല. ഈഴവൻ നടന്നപ്പോൾ ദളിതൻ നടക്കാൻ അനുവദിച്ചില്ല. ദളിതൻ നടന്നപ്പോൾ താഴെ ആരും അഴിച്ചമർത്താനില്ലാത്തതുകൊണ്ട്, ആരെയും തല്ലാനില്ലാത്തതുകൊണ്ട് പുതുവഴിയായി. ഇതാണ് സത്യം. അല്ലാതെ ഈ ഇദ്ദേഹം പറയുന്ന പോലെ അയ്യങ്കാളിയോ പൊയ്യലപ്പച്ചനോ അല്ലെങ്കിൽ ജോൺ ജോസഫ് പാമ്പാടിയോ ഒന്നും വഴി നടക്കാൻ സമരം നടത്തിയത് പൊതുവഴിക്ക് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല, അവനവൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇതാണ്. പിന്നെ പൊതുവഴി എന്നൊക്കെ പൊതു എന്ന് പറയുന്നത് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളെന്താ പൊതു എന്ന് പറയുന്നത്? ഞാൻ പറയും വടയമ്പാടിയിൽ ഈ 93 സെൻറ്റ് സ്ഥലം പൊതു ആവശ്യത്തിന് കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ഒന്നുകിൽ പഞ്ചായത്തിനും അല്ലെ സർക്കാരായിരിക്കും. പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താം, അല്ല ഗവൺമെൻറ്റിന് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താം. അപ്പോൾ പൊതുവായിട്ടൊന്നും ഇല്ല. നമുക്കറിയാം വഴി പൊതുവാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടാറുണ്ട്. കേരളത്തിലെ വഴിയെല്ലാം പൊതുവാന്ന് പറയുന്നുണ്ട്. പണ്ട് കുറേ നാളുകൾക്ക് മുമ്പാണ് വലിയൊരു സെലിബ്രിറ്റിയായ നമ്മുടെ ജയസൂര്യ ഒരു വഴി ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നിട്ട് അദ്ദേഹം കുറച്ച് മണ്ണെടുത്തിട്ട് വ്യത്യാസമായ ഒരു സമാനം പറയേണ്ടി വന്നു. അവിടുത്തെ BWD സമാനം പറയേണ്ടി വന്നു. പൊതുവാണല്ലോ കായൽ നിറച്ചപ്പോൾ എന്താ വന്നത്? തോമസ് ചാണ്ടിക്ക് കസേര നിറക്കേണ്ടി വന്നു. ഇപ്പോൾ കായലിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ട് ഒരു ബോട്ടിയത്ത് പെടുന്ന ജയസൂര്യയുടെ അത് പൊളിച്ചു കളയേണ്ടി വന്നു. അപ്പോൾ ഇവിടെ പൊതുവായിട്ടൊന്നുമില്ല. ഉടമസ്ഥ എന്ന് പറയുന്നത് അതിന് ഒന്നുകിൽ സർക്കാരിൻ്റെ ഉടമസ്ഥയുണ്ട്, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഉടമസ്ഥയുണ്ട്, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ഉടമസ്ഥയുണ്ട്. അങ്ങനെ ഉടമസ്ഥതയില്ലാത്ത ഒരു ഇഞ്ച് ഭൂമി പോലും അല്ലെങ്കിൽ ഒരു സ്ഥലം പോലും കേരളത്തിലില്ല. ഇവിടെ ദളിതർക്ക് മാത്രം സാമുദായിക സ്വത്ത് വേണ്ട എന്നുള്ള പ്രശ്നം ഉന്നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കുക. നമ്മുടെ ഇപ്പം 1912 അയ്യങ്കാൾ പ്രജാസഭാ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്, നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അയ്യങ്കാളിയുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ ഇപ്പം കുന്നുകുഴി മണി എഡിറ്റ് ചെയ്ത് നിയമസഭാ പ്രസംഗങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസംഗങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇവിടെ അയ്യങ്കാൾ ഭൂവുടമസ്ഥയ്ക്ക് വേണ്ടി ബാധിക്കുന്നുണ്ട്, പൊയ്കയിലപ്പച്ചൻ ഭൂവുടമസ്ഥയ്ക്ക് ബാധിക്കുന്നുണ്ട്, ജോൺ ജോസഫ് പാമ്പാടി ഭൂവുടമസ്ഥയ്ക്ക് വേണ്ടി ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഈ വാദത്തിൽ നിന്ന് വളരെ സവിശേഷമായ ചില സ്വഭാവമുണ്ട്. ഇവിടെയെല്ലാം അവർ ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റെ സമുദായത്തിന് ഭൂമി വേണമെന്നാണ്. അതാണ് വേറെ ഏറ്റവും രസകരമായ കാര്യം. എൻ്റെ സമുദായ അംഗങ്ങൾക്ക് ഭൂമി വേണം. ഇപ്പം വെളപ്പിൻശാലയിലായാലും മുണ്ടക്കയത്തായാലും വൈക്കത്തായാലും പുതുപ്പള്ളിയിലായാലും അങ്ങനെ പല മേഖലകളിലും ഭൂമിക്ക് വേണ്ടി വാദിക്കുന്നത് എൻ്റെ സമുദായത്തിന് ഭൂമി വേണമെന്നുള്ളതാണ്, എൻ്റെ ജനത്തിന് വേണ്ടി ഭൂമി വേണമെന്നുള്ളതാണ്. ഈ ജനം എന്ന് പറയുമ്പോൾ വളരെ രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയ്യങ്കാളി ജനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചൻ ജനമെന്നോ പറയുന്നത്, ഇവിടെ ജനം എന്ന് പറയുന്നത് ആ സമാനമായ ചില ജാതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പറയനും പുലയനും ഉള്ളാടനും വേടനും കുറവനുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും എൻ്റെ ജനമായിട്ടാണ് കണക്കാക്കുന്നത്. അത് കേവലം അയ്യങ്കാൾ ഈ പുലയൻ എന്ന് പറയുന്നതിൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടല്ല വാദിച്ചത്. ഇവിടെ പുലയനായിട്ട് തന്നെ അമ്പയൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം പ്രജാസഭയുടെ ശ്രീമൂലം പ്രജാസഭയുടെ ഘടനയുടെ അകത്ത് ഘടനയ്ക്കുള്ളിൽ തന്നെ പുലയർക്കാണ് പ്രാതിനിധ്യം കൊടുത്തിരുന്നത്, അല്ലെ ചേരമ്പർക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നു, പറയർക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ വ്യക്തമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരാരും തമ്മിൽ സാമൂഹ്യമായോ രാഷ്ട്രീയമായോ സംഘർഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് പൊയ്കയിലപ്പച്ചനും
അയ്യങ്കാളിയും ജോൺ ജോസഫ് പാമ്പയും അബ്രഹാം പാറടിയും ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ പരസ്പര സ്നേഹ ബഹുമാനങ്ങളിലൂടെ പരസ്പര ആശ്രിതരായിട്ടും വെച്ചാണ് ഒരു അമ്മ പെട്ട മക്കൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയ്ക്കാണ് അവർ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചത്. അപ്പോൾ ഭൂമിക്ക് വേണ്ടി വാദിക്കുമ്പോൾ മാത്രമല്ല അയ്യങ്കാൾ വാദിക്കുന്നത് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് ഒരു സത്രം അവർക്ക് ദളിതർക്ക് സത്രത്തിന് സ്ഥലം ആവശ്യപ്പെടുന്നുണ്ട്. കൊല്ലത്ത് ശ്മശാനത്തിന് വേണ്ടി സ്ഥലം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സാമുദായിക സ്വത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചു എന്നുള്ളതാണ്. അതിനെ നിഷേധിച്ച് നമ്മുടെ ഈ നക്സലേറ്റുകൾ ജെന്നിയും മാനുവലൊക്കെയാണ്. അപ്പം വ്യക്തിഗതമായ സ്വത്തിനു വേണ്ടി അല്ലെങ്കിൽ 1990കളിൽ ദളിതർക്ക് വ്യക്തിഗതമായ സ്വത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഉന്നയിച്ചെങ്കിൽ ഏതാണ്ട് ഈ 2017 വരുമ്പോൾ സമുദായം എന്നുള്ള സങ്കല്പത്തിൽ അല്ലെങ്കിൽ സമുദായത്തിന് സ്വത്ത് വേണം എന്നുള്ള അഭിപ്രായം നമ്മൾ രൂപപ്പെട്ടു. ഇതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുമുണ്ട്. ഇപ്പം സ്വാമിച്ചിടപ്പുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ ഉദ്യോഗമുള്ളവർക്ക് അന്നത്തെ കാലത്ത് ഉദ്യോഗം വഹിച്ചിട്ടുള്ളവർക്കറിയാം. അന്നത്തെ നമ്മുടെ സമുദായത്തിൽ ഈ വലിയ ഭൂപ്രഭുക്കളോ അല്ലെങ്കിൽ വലിയ വ്യവസായ പ്രമുഖരോ ഒന്നുമില്ലാത്ത സമുദായമാണ്. കുറച്ച് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് നമ്മുടെ സാമ്പത്തിക സമൂഹമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാമ്പത്തിക വിഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ ശരി നോക്കുക. ഈ ഉദ്യോഗസ്ഥന്മാർ ആ കാലഘട്ടത്തിൽ അതായത് 1980കളിലോ 70കളിലോ ജോലി പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അന്നത്തെ ശമ്പളം തന്നെ വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ട് വളരെയധികം പേർക്ക് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരന്മാർക്കെല്ലാം തന്നെ അവരുടെ ബാധ്യത നിർവഹിക്കേണ്ട ഘട്ടമുണ്ടായിരുന്നു. ഇതായിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അനിയന്മാരുടെ പഠിപ്പ്, പെൺകുട്ടികളുടെ വിവാഹം, അച്ഛനമ്മമാരുടെ കാര്യം ഇതെല്ലാം തള്ളിക്കളഞ്ഞു പോയാൽ വേണ്ട ബഹിഷ്കരിച്ച് പോകാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അത് മാറിക്കഴിഞ്ഞു. ഇന്ന് പലപ്പോഴും ജോലി കിട്ടുന്നവർ അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടുന്ന പലർക്കും അവർക്ക് അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലി ഉണ്ടാവാം, അനിയന്മാർക്ക് ജോലി ഉണ്ടാവാം, വീട്ടിൽ പലർക്കും ജോലി ഉള്ളതുകൊണ്ട് ഒരു സാമ്പത്തികമായ ചുറ്റുപാടുകൾ വളർന്നിട്ടുണ്ട്. ഇത് സമുദായ സംഘടനകളിലേക്കും സമുദായത്തിലെ ചില ഗ്രൂപ്പുകളിലേക്കും ഈ സാമ്പത്തിക രീതി വളർന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള മാറ്റം എന്താണെന്ന് നോക്കുക. ഇപ്പം പിലാഡിയസ് ഈ സാമൂഹ്യ വിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൽ അംഗങ്ങൾ ഉൾപ്പെടുന്ന സാമ്പത്തിക സമാഹരണത്തിലൂടെ ഒരു സ്വത്തുള്ള വസ്തുത അല്ലെങ്കിൽ സ്വത്ത് സമാഹരണം നടത്തിയതുകൊണ്ട് അത് നമുക്ക് അപ്രതീക്ഷിതമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു പിലാഡിയസ് ഒരു കോളേജ് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇതാണ് അതായത് 1990കളിലോ 80കളിലോ ഈ പിന്നണി ജനവിഭാഗങ്ങൾ ഒരു സ്വത്തുള്ള വസ്തുത അല്ലെങ്കിൽ ഒരു കോളേജ് സ്ഥാപിക്കാൻ കഴിയുമെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ പിലാഡിയസിന് ഒരു കോളേജുണ്ട്. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് പിലാഡിയസിന് കോളേജ് ഉണ്ടെങ്കിൽ KPMSനും ഒരു കോളേജുണ്ട്. പിന്നീട് ശ്രീകുമാർ നയിക്കുന്ന KPMSനും ഒരു കോളേജ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഫാമിലികളും ചില കുടുംബങ്ങളും വലിയ ചെറിയ സാമ്പത്തിക ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ. അങ്ങനെ ചില ഗ്രൂപ്പുകളാണ് കാസർഗോഡ് ചില കുടുംബങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അവർ കാസർഗോഡ് ഒരു കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതോടൊപ്പം തന്നെ മറ്റു ചില ഭാഗത്തും അതിപ്പം നമ്മുടെ അനിൽകുമാർ മുൻ മന്ത്രി അനിൽകുമാർ ചെയർമാനായിട്ടുള്ള പ്രിയദർശിനി ട്രസ്റ്റിന് ഒരു കോളേജ് അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു കോളേജ് അനുവദിച്ചിരിക്കുന്നത് CSDSനാണ്. അപ്പോൾ CSDSനെ പോലെയോ അല്ലെങ്കിൽ പ്രിയദർശിനി പോലെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഒരു സമ്പത്ത് സമാഹരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് സാമുദായികമായ ഒരു സ്വത്തുള്ള വസ്തുത ദളിതരുടെ രൂപപ്പെട്ടിരിക്കുന്നു. അത് ദുർബലമായിട്ടെങ്കിലും രൂപപ്പെട്ടിരിക്കുന്നു
എന്നൊരു സാഹചര്യത്തിൽ ഈ സർക്കാരിൻ്റെ ഭൂമി ആവശ്യപ്പെടാൻ പാടില്ല. നമുക്ക് ദളിതർക്ക് മാത്രം സാമുദായിക സ്വത്തുടമസ്ഥത വേണ്ടു എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ അവസ്ഥയോടുള്ള അല്ലെങ്കിൽ അവസ്ഥയെ നിഷേധിക്കുക. നമ്മൾ എത്തിച്ചേർന്ന ഈ ഘട്ടത്തെ വികസിത ഘട്ടത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എതിർക്കപ്പെടേണ്ട കാര്യം. അപ്പം ഇന്നലെ തന്നെ ഈ ചിത്രരേഖയായിട്ടുള്ള ഒരു ചർച്ച നടന്നപ്പം ഒരു ചിത്രരേഖയുടെ പ്രസിഡന്റ് വെച്ച് പി ജയരാജനും ഒരു ചിത്രരേഖൻ ആ ചർച്ച എന്നെ കൂടെ ക്ഷണിച്ച്. അപ്പോൾ പി ജയരാജൻ്റെ വാദം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാദം എന്ന് പറഞ്ഞാൽ, ചിത്രരേഖയ്ക്ക് 6 സെൻറ്റ് ഭൂമിയുണ്ട്. അതായത് 6 സെൻറ്റ് ഭൂമി ഉള്ളതുകൊണ്ട് ചിത്രരേഖയ്ക്ക് അനുവദിച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിച്ചത്, അതായത് അനുവദിച്ച ഭൂമി തിരിച്ചു പിടിച്ച് ശരിയാണെന്നുള്ളതാണ് പി ജയരാജൻ്റെ വാദം. അത് ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ പട്ടികജാതിക്കാർക്ക് മാത്രം ഈ 5 സെൻറ്റും 3 സെൻറ്റും മാത്രം അവകാശമുള്ളൂ എന്ന് ചോദിച്ചു. ബാക്കി അവർക്ക് മറ്റ് പലർക്കും ഇഷ്ടം പോലെ ഭൂമി ആവശ്യപ്പെടാം. ഇപ്പം മുരുകൻ മല SNDPക്കാർ ആവശ്യപ്പെട്ട 30 ഏക്കറാണ്. വാഗമണ് 30 ഏക്കർ മുരുകൻ മല കൊടുത്തിട്ടുണ്ട്. മറ്റ് പലർക്കും ഭൂമി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നടക്കുക AKG സെൻറ്റർ നോക്കുക. AKG സെൻറ്ററിന് 26 സെൻറ്റ് സ്ഥലം. അത് ഒരു സഖാവിൻ്റെ സ്ഥലമല്ല, സർക്കാരിൻ്റെ സ്ഥലമാണ്, സർക്കാർ കൊടുത്തതാണ്. അങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇവിടെ വിതരണം ചെയ്യുമ്പോൾ ദളിതർക്ക് മാത്രം മതി 3 സെൻറ്റ് 5 സെൻറ്റ് 10 സെൻറ്റ്. മറ്റു ചില കാര്യങ്ങൾ നോക്കുക. ദളിത് നടത്തുന്ന സമരത്തിൻ്റെ പ്രശ്നം എന്താ? അവരെല്ലാം ഞങ്ങൾക്ക് കൃഷിഭൂമി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഗുജറാത്ത് 5 ഏക്കർ ഭൂമി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ സമയത്ത് ഒരു മാർക്സിസ്റ്റ് നേതാവ് പറയുകയാണ് ദളിതർക്ക് 5 സെൻറ്റ് അവകാശമുള്ളൂ, 5 സെൻറ്റ് ഭൂമിയുള്ള വേറൊരു 6 സെൻറ്റ് മേടിക്കാൻ പാടില്ല. ഇതാണ് പ്രശ്നം. അപ്പം ബോധപൂർവം ഒന്നുകിൽ സ്വത്തുടമസ്ഥ നിഷേധിക്കാനായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നു, അതല്ലെങ്കിൽ മറുഭാഗത്ത് പരിമിതമായ ഭൂമി മാത്രം അവകാശപ്പെടുന്നു. ഇപ്പം ഭൂപരിഷ്കരണം ഇനി എന്ത് എന്ന് പറയുന്ന തോമസ് ഐസക്കിൻ്റെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ തോമസ് ഐസക്ക് പറയുന്നത് വളരെ രസകരമായ കാര്യമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് കേരളത്തിൽ ഇനി വിതരണം ചെയ്യാൻ ഭൂമിയൊന്നുമില്ല, അതുകൊണ്ട് എല്ലാവർക്കും 3 സെൻറ്റ് ഭൂമി പാർപ്പിടം കൊടുക്കാൻ സർക്കാരിന് കഴിയുള്ളതെന്നാണ് പറയുന്നത്. ഇതാണ് തോമസ് ഐസക്കിൻ്റെ ഇനി ഭൂപരിഷ്കരണം ഇനി എന്തെന്ന് പറയുന്ന പുസ്തകത്തിൽ. ഇതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് 5.5 ലക്ഷം ഏക്കർ ഭൂമിയുണ്ടെന്ന് കണക്കാക്കിയിട്ടുണ്ട്. 5.5 ഏക്കർ വിതരണം ചെയ്യാവുന്ന മിച്ച ഭൂമി കേരളത്തിലുള്ളത് കണക്കാക്കിയിട്ടുണ്ട്. അത് വിതരണം ചെയ്യാവുന്നതാണ് കണക്കാക്കുമ്പോഴാണ് ഈ തോമസ് ഐസക്ക് പറയുന്നത് ഇനി 5 സെൻറ്റ് അടുപ്പ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൊടുത്തിരിക്കുന്നത് ഈ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭൂമിയെ പറ്റി വിചാരിച്ച് നോക്കുക. വാസ്തവ ഭൂമി എന്താണെന്നുള്ളതും കൂടെ പരിശോധിച്ച് നോക്കുക. ഭൂമി എന്ന് പറയുന്നത് ഇപ്പം ജാനുമൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കൃഷി ഭൂമി തന്നാൽ ഞങ്ങൾ അത് കൃഷി ചെയ്ത് എല്ലാവരും ജൈവ കൃഷിയൊക്കെ ചെയ്ത് എല്ലാവരും നല്ല ഭക്ഷണം കൊടുക്കുന്ന, നല്ല വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ള. ഇതിൻ്റെ ബാധ്യതയൊക്കെ ആദിവാസിക്കുണ്ടോ? നമ്മൾ ആലോചിച്ച് ദളിതർക്കതുണ്ടോ? ഇപ്പം ചെങ്കരക്കാർ പറഞ്ഞാൽ എന്താ, ഞങ്ങൾക്ക് ഭൂമി തന്നു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ജൈവ രീതിയിൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പച്ചക്കറി എല്ലാം പത്തനംതിട്ട ചന്തയെ കൊണ്ട് വിറ്റ് എല്ലാവരും നല്ല ഭക്ഷണം കൊടുക്കുമെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഭൂമി അങ്ങനെയാണോ ഉപയോഗിച്ചത്? നമ്മൾ പരിശോധിച്ച് നോക്കുക. ഭൂമിയുടെ ഉപയോഗത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മുടെ ഈ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ കാർഷിക മേഖലയിലായത്. അതായത് റബ്ബറിന് ഒട്ടും വിലയില്ല, 100 രൂപയുടെയൊക്കെ വില, 200-250 രൂപ വിലയുള്ള റബ്ബറിന് ഇന്ന് 100 രൂപ വില വന്നിട്ടും ഒരൊറ്റ കർഷകൻ പോലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ ഉണ്ടോ? ഒരൊറ്റ കർഷകൻ പോലും കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാത്തത്? ഇന്ന് ഈ റബ്ബറോ ഈ കാർഷിക മേഖല ഉൽപ്പന്നങ്ങളോ ഒന്നും അവർ ഉപജീവന മാർഗമല്ല. അവരുടെ മക്കൾ വിദേശത്തും അതേപോലെ തന്നെ അതേപോലെ തന്നെ മറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും
പുതിയ IT മേഖലകളിലും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. അതുകൊണ്ട് ഈ റബ്ബറിൻ്റെ വരുമാനമൊന്നും അവർക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് റബ്ബർ വെട്ടാതെ കിടക്കുമ്പോഴും ഒരു റബ്ബർ കർഷകൻ പോലും ആത്മഹത്യ ചെയ്യാത്തത്. ഈ കർഷകൻ എങ്ങനെയാണ് ഈ അടിത്തറ ഉണ്ടായെന്ന് ആലോചിച്ച് ചോദിക്കാം. നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെ പ്രശ്നം എടുത്ത് വയ്ക്കാലും ആ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങളുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അതായത് നിങ്ങൾ ആദ്യം കഴിഞ്ഞ് നോക്കുക, എത്ര ബാങ്കാണ്, എത്ര സൊസൈറ്റിയാണ്. നമ്മുടെ ബാങ്കുകളിലും അല്ലെങ്കിൽ നമ്മുടെ ബാങ്കുകൾ ഇന്ത്യയിലെ മുഴുവൻ ബാങ്കുകളുടെയും അത് വിദേശ ബാങ്കുകളുടെയും മിക്കവാറും എല്ലാ ബാങ്കുകളുടെയും ശാഖ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞാൽ മൂലധന സമാഹരണത്തിനാണ്. അവിടെ വലിയ കൃഷിയും കാര്യങ്ങളും നടക്കുന്നില്ല. മൂലധനം കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക്. ബാങ്ക് മാത്രമല്ല LIC, അതേപോലെ തന്നെ LIC പോലുള്ള ഈ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, ഓറിയൻ്റൽ ഇൻഷുറൻസ്, ഇങ്ങനെ നിരവധി സാമ്പത്തിക സ്ഥാപനങ്ങളും അതേപോലെ തന്നെ സൊസൈറ്റികളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കുഗ്രാമങ്ങൾ ഏതെല്ലാം മേഖലയാണ് ഈ സൊസൈറ്റികൾ നിലനിൽക്കുന്നത്? കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, നിർമ്മാണ മേഖലകളിൽ, ഇവിടെ എല്ലാം തന്നെ സഹകരണ സംഘങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതായത് ധനമൂലധനമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ധനമൂലധനം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏക സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പോൾ കേരളത്തിലെ പലരും ഈ റബ്ബർ കർഷകർ, 1 ഏക്കറും 2 ഏക്കറുള്ള ഭൂമിയുള്ളവരും ഒന്നും തന്നെ അവർ കൃഷിയേക്കാൾ ഉപയോഗിച്ച് ഈ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്തും ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്ത് അവരുടെ മക്കളെല്ലാം വിദേശത്തയച്ചും ഉന്നത വിദ്യാഭ്യാസം നടത്തിയും IT വിട്ടും സ്ഥാപനങ്ങളുണ്ടാക്കിയും ഈ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുണ്ടാക്കിയ അവർ സാമ്പത്തിക സമൂഹമായിട്ട് മാറിയത്. അല്ല ഈ ഭൂമിയുടെ സഹായം കൊണ്ടൊന്നുമല്ല. അവരെല്ലാം കൂടി നമുക്കെല്ലാം ഈ കൃഷി കിട്ടിയാൽ നമുക്ക് ഈ ഭൂമി കിട്ടുക, ഭൂപരിഷ്കരണത്തിന് ഭൂമി കിട്ടുക, കൃഷിക്കാരെല്ലാം കൂടി ഉൽപ്പാദിപ്പിച്ച് നല്ല ഭക്ഷണവും തരാൻ അവർ ശ്രമിച്ചില്ല. അവർ നോക്കുക, കുട്ടനാടും പാടശേഖരങ്ങളൊക്കെ തരിച്ച് കിടന്നോട്ടെന്ന് വിചാരിച്ചു. ആരും കൃഷി ചെയ്യാൻ പഠിച്ചില്ല. കാരണം അവരുടെ കയ്യിൽ ധനമൂലധനം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് കൊണ്ട് ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ ഒഡീഷയിൽ നിന്നൊക്കെ വരുന്ന ഭക്ഷണം അവർക്ക് ഇവിടെ ഇറക്കുമതി ചെയ്ത് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. നമ്മൾ മാത്രം അന്ധവിശ്വാസത്തിൽ നമ്മുടെ ആൾക്കാരോട് പറയുകയാണ്, നിങ്ങളൊക്കെ കൃഷി ചെയ്യുക, നമ്മളെല്ലാം കൃഷി ചെയ്യുക, ഭൂമി കൊണ്ട് കൃഷി ചെയ്യാമെന്നാണ് പറയണത്. ഭൂമിയെ നമ്മുടെ സാഹചര്യത്തിൽ ഒരു സാമ്പത്തിക വിനിമയോപാധിയാക്കുക എന്നുള്ളതിൻ്റെ ആവശ്യത്തിലാണ് നമ്മൾ ഭൂമിയുടെ ആവശ്യം ഉന്നയിക്കേണ്ടത്. മറിച്ച് ഈ നമ്മൾ ജൈവ കൃഷിയൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട മറ്റുള്ളവർക്ക് വിഷമമില്ലാത്ത പച്ചക്കറി നൽകാനുള്ള ആഗ്രഹത്തിൽ നയിക്കണം. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഭൂമി അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി അവകാശപ്പെടുന്നത് നിയമാധിഷ്ഠിതമായിരിക്കണം ഭൂമിയുടെ ഉടമസ്ഥാവകാശം. എങ്കിൽ മാത്രമേ അതിനെ വിനിമയം ചെയ്തുകൊണ്ട് ഒരു ചംക്രമണത്തിലൂടെ ഒരു മൂലധനമാക്കി മാറ്റാൻ കഴിയുള്ളൂ. 1957 നമുക്കറിയാം ഭൂപരിഷ്കരണം നടപ്പാക്കി. ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ എന്തായാലും ചെയ്ത് ഈ ഭൂപരിഷ്കരണത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ ഭൂമിയുടെ അതിൻ്റെ ഏത് മാനദണ്ഡത്തിലാണ് ഭൂവിതരണം നടത്തേണ്ടതെന്നുള്ള പ്രശ്നം വന്നു. അന്ന് മുഖ്യമായൊരു മാനദണ്ഡം കണക്കാക്കിയത് കൃഷിഭൂമി കർഷകന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു മാനദണ്ഡം. കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞാൽ കർഷകൻ എന്ന് പറയുന്നവരാരൊക്കെയായിരുന്നു? പാട്ടക്കാർ, വാരക്കാർ, കാണക്കാർ, അങ്ങനെയുള്ള ഒരു 10-36 ഉടമസ്ഥാവകാശങ്ങളിലാണ് പാട്ടക്കാർ ഈ ഭൂമി ഉടമസ്ഥ കേന്ദ്രീകരിച്ചിരുന്നത്. ഇവർക്ക് ഭൂവുടമസ്ഥ കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നത്.
അതിൽ തന്നെ ഏതാണ്ട് 65% തോട്ടങ്ങളെ ഭൂവുടമസ്ഥയിൽ മാറ്റി. 35% ഭൂമി മാത്രമാണ് ഭൂപരിഷ്കരണ പരിധിപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി 65% തോട്ടങ്ങളെന്നുള്ളതിലേക്ക് മാറ്റി നിർത്തി. അപ്പോൾ ഈ തോട്ടങ്ങളെ ചൂണ്ടിക്കാട്ടിയ പ്രശ്നം എന്താണ്? അവിടെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അതിനേക്കാളും മുഖ്യമായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വലിയൊരു അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. ഏലം, കാപ്പി, കുരുമുളക് ഇങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളായിരുന്നു നമ്മുടെ സമ്പദ്ഘടനയുടെ അടിത്തറ. മറ്റു പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്കറിയാം. അതായത് തെക്കേ ഇന്ത്യയിലെ കർണാടകയോ തമിഴ്നാടോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം തന്നെ കാർഷികോൽപ്പന്നങ്ങളാണ്, ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് മുഖ്യ കൃഷിയെങ്കിൽ കേരളത്തിലെ മുഖ്യ കൃഷി എന്ന് പറയുന്നത് ഈ സുഗന്ധദ്രവ്യങ്ങളാണ്. ഏലം, കാപ്പി, കുരുമുളക് പോലുള്ള ഇതാണ്. ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വഴി കയറ്റുമതി ചെയ്യപ്പെടുകയും നമുക്ക് നൽകാൻ കഴിയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായത്തിലൂടെ നമ്മുടെ ഭക്ഷ്യപ്രശ്നം പരിഹരിക്കാൻ കഴിയും ഒരു ഇത് തന്നുകൊണ്ടാണ് നമ്മൾ ഭൂപരിഷ്കരണം ഈ ഉറപ്പാണ് നമ്മുടെ സമ്പദ്ഘടന നിലനിന്നത്. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഭൂമി കേവലമായ ഉടമസ്ഥ ആകാൻ പാടില്ല. മറിച്ച് ഭൂമി ഉടമസ്ഥ എന്ന് പറഞ്ഞാൽ നിയമാധിഷ്ഠിതമായിരിക്കണം. ഇപ്പം നമ്മുടെ പലവരും ഇവിടെ നമ്മുടെ ഗീതാനന്ദനും അല്ല സന്യം കവിക്കാളൊക്കെ ചോദിക്കുന്ന പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഭൂമി തരിക എന്നുള്ളതാണ് പറയുന്നത്. ഭൂമി തരുന്നതിൻ്റെ പ്രശ്നം നമ്മൾ ചോദിക്കുക. ഇപ്പം ചെങ്കര, ഞാൻ ആ സമരത്തിൻ്റെ ഒരു ഐക്യദാർഢ്യ സമരം വൈസ് ചെയർമാനായിരുന്നു. ചെങ്കരയിലെ സമരം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 250 ഏക്കർ 500 കുടുംബങ്ങൾ 1/2 ഏക്കർ വെച്ച് വീതിച്ചെടുത്തിട്ടുണ്ട്. അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ 1/2 ഏക്കർ ഭൂമി വീതിച്ചെടുത്ത് അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്, വീട് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു കമ്മ്യൂൺ പോലെയൊക്കെ സ്ഥിതിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണ്? അവർക്ക് റേഷൻ കാർഡില്ല, ഐഡൻറ്റി കാർഡില്ല, കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഇതില്ല. അങ്ങനെ യാതൊരു അവകാശങ്ങളും അവർക്കില്ല. അതായത് ഒരു സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന ഒരാനുകൂല്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉടമസ്ഥാവകാശമില്ല. നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ അറിയാം എന്തെല്ലാം പേപ്പറുകൾ, എന്തെല്ലാം കടലാസുകൾ നീക്കിക്കൊണ്ട് നമുക്ക് ലോൺ കിട്ടുന്നത്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് നിയമാധിഷ്ഠിതമായ ഉടമസ്ഥാവകാശമാണ് ഭൂമിയുടെ അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെങ്ങറയിൽ ഇന്ന് താമസിക്കുന്നവരെന്താണ്? അവർ വാസ്തവത്തിൽ അഭയാർത്ഥികളാണ്. അതായത് റേഷൻ കാർഡില്ലാത്ത, ഐഡൻറ്റി കാർഡില്ലാത്ത, തിരിച്ചറിയൽ കാർഡില്ലാത്ത, ആധാറില്ലാത്ത അഭയാർത്ഥികൾ മാത്രമാണ്. അവരാ ഭൂമിയിൽ താമസിക്കുന്നതെന്നുള്ള മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കോളനികളുടെ സ്ഥിതി അതാണ് നോക്കുക. കോളനികളിൽ 5 സെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 സെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 സെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൈവശാവകാശമുണ്ട്, അല്ലെങ്കിൽ പട്ടയമുണ്ട്. ആ പട്ടയോ ഈട് വെച്ചുകൊണ്ട് ഈ ഭൂമിയെ ഒരു മൂലധനമാക്കി മാറ്റാൻ കഴിയുന്ന സാധ്യതയുണ്ട്. നേരെ മറിച്ച് ചെങ്കരയിലെ ഭൂമിക്ക് ഇത് കഴിയുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചെങ്കരയിൽ 1/2 ഏക്കർ കൊണ്ട് ഒരു സൊസൈറ്റി കൊണ്ടുപോയി ഇത് വയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ ജാനുവിൻ്റെ പ്രശ്നം നോക്കുക. ജാനു അവിടെ തൃശ്ശൂരിൽ കുറച്ച് ഭൂമി കയ്യേറി. 10-15 വർഷമായിട്ട് അവിടെ അവർക്ക് റേഷൻ കാർഡില്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. പിന്നെ ജാനു എല്ലാം കൂടി സമരം ചെയ്ത് ആ ഭൂമിയിൽ സർക്കാർ അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര്, ഐഡൻറ്റി കാർഡ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇപ്പം ഭൂമിയുടെ ഉടമസ്ഥതയാക്കി കഴിഞ്ഞു. ഇപ്പം ചെങ്കരയിലെ പ്രശ്നം എന്താണ്? ചെങ്കരയിൽ ഇപ്പോഴും ഭൂമിയുടെ ഉടമസ്ഥത ഹാരിസിൽ കിടക്കുകയാണ്. ആ ഭൂമിയുടെ ഉടമസ്ഥത സർക്കാരിൻ്റെ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഉടമസ്ഥാവകാശം കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ ഇവിടുത്തെ പൗരന്മാരായി മാറുള്ളൂ. പൗരത്വത്തിന് അർഹത അവർക്ക് നേടുന്ന അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം സ്വത്തുടമസ്ഥതയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ ബോധമാണ് വാസ്തവത്തിൽ സമുദായം എന്നുള്ളത്, സമുദായ സങ്കല്പത്തിൽ. അപ്പോൾ സങ്കല്പത്തെ നമ്മൾ അന്ന് 1990-കളിൽ സമുദായം എന്നുള്ള സങ്കല്പത്തെ വ്യക്തിയധിഷ്ഠിതമായ സ്വത്തുടമസ്ഥതയും
കുടുംബ പരിഷ്കരണത്തെയും എല്ലാം ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതിനെല്ലാം തന്നെ വികസിപ്പിച്ചുകൊണ്ട് സാമുദായികമായ സ്വത്തുടമസ്ഥതയിലെയും കുടുംബപരമായ സ്വത്തുടമസ്ഥതയും അതേപോലെ ഇതിന് സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാപനവൽക്കരണത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമേ ദളിതരുടെ സമുദായവൽക്കരണത്തെ ഇന്നത്തെ കാലഘട്ടം നമുക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പം പലപ്പോഴും നമ്മൾ ഈ മദ്യപാനത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. കേരളം ഭയങ്കര മദ്യപാനികളുടെ നാടാണെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ആലോചിക്കുക, മദ്യപാനം ശരി തന്നെയാണ്. ഒരു പക്ഷേ കേരളത്തിൽ പഞ്ചാബും ഒക്കെ കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലായിരിക്കാം. ഈ മദ്യപാനത്തിൻ്റെയൊക്കെ സാമ്പത്തിക അടിത്തറ എന്താണ്? പലരും അത് ചിന്തിച്ചിട്ടില്ല. ഇതിനൊരു സാമ്പത്തിക അടിത്തറയുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് എൻ്റെ ചുറ്റുപാടൊക്കെ താമസിക്കുന്ന ഈ കല്ലുപണിക്കാരും കെട്ടിടം പണിക്കാരൊക്കെയാണ്. അവർക്ക് ഒരു ദിവസം കിട്ടുന്ന കൂടി 500, 700, 800 രൂപയൊക്കെയാണ്. സർക്കാരിൻ്റെ 2 അരി കൊണ്ട് ഒരു മാസം അരി ആർക്കും മതി. 10-25 കിലോ അരി മേടിക്കാം. ബാക്കി ഒരു ദിവസം പരമാവധി 300 രൂപ വേണമെന്ന് പറഞ്ഞാലും 300 രൂപ അവർ ചിലവാക്കി കഴിഞ്ഞാലും ബാക്കി 500-600 രൂപ അവർക്ക് മിച്ചമാണ്. അവരെ കൈവശമുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യുന്നിരിക്കുന്നത്? പണ്ട് നമ്മുടെ സ്ത്രീകൾ പലതും നോക്കിയ ഈ കൂലി സമ്പ്രദായം ഇങ്ങനെ വികസിച്ച് നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണ്? പല വീടുകളിലും സ്ത്രീകൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. ഇവരെല്ലാം തന്നെ ഇങ്ങനെ ഈ ജോലിയില്ലാത്ത അവരുടെ ആ വിഷമതയൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഈ കുടുംബശ്രീകൾ അയൽക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, കുടുംബശ്രീകൾക്കൊക്കെ ഈ സ്ത്രീകളുടെ ഈ തൊഴിലില്ലായ്മയിൽ നിന്നുള്ള വിരസത തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അതാണ് അവർ ഈ ഏതെങ്കിലും പരിപാടിയൊക്കെ പിന്നെ സർക്കാർ വിളിച്ചുകൊണ്ട് പോകുന്നത്. പഞ്ചായത്ത് ഹാളിൻ്റെ പരിപാടികൾക്കും ഇതൊക്കെ കൊണ്ടുവരുന്ന കാര്യം ഇതാണ്. കാരണം പുരുഷൻ്റെ കൂലി കൊണ്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഈ കൂലിപ്പണിക്കാരെ കുട്ടികളൊക്കെ എവിടെ പഠിക്കുന്നത്? അവരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ UKG, LKG പഠിച്ച് കുട്ടികളൊക്കെ വണ്ടിയിലൊക്കെയാണ് വിടുന്നത്. നല്ല യൂണിഫോം നല്ല ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 500, 800 രൂപ 800 രൂപയിൽ 500 രൂപ മിച്ചം വയ്ക്കുന്ന ഈ സമുദായത്തിൽ നിന്ന് സമുദായത്തിൻ്റെ ഈ സ്വത്തിനെ സമാഹരിച്ചുകൊണ്ട് നമുക്ക് സാമുദായിക സ്വത്താക്കാൻ കഴിയുന്നത് നയമുണ്ടോ എന്നുള്ള പ്രശ്നം കിടക്കുന്നത്. നമുക്കൊരു പരിപാടി ഉണ്ടോ? ഇപ്പം വിവേകാനന്ദൻ പണ്ട് കഥ പറയുന്നുണ്ട്. വിവേകാനന്ദൻ ഇങ്ങനെ ഇന്ത്യ ഇങ്ങനെ കറങ്ങി മേടിച്ച് നടക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ പ്രഭുവിൻ്റെ വീട്ടിൽ ചെന്നു. അവിടുത്തെ അതിഥിയായിട്ട് കൂടി. അപ്പോൾ ഈ പ്രഭുവിൻ്റെ വീട്ടിൽ താഴെ ഒരു കാളവണ്ടിക്കാരൻ താമസിക്കുകയാണ്. ഇയാൾ വൈകുന്നേരം കാളവണ്ടി പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര പാട്ടും മേളമൊക്കെയാണ്. അപ്പോൾ ഈ പ്രഭു പറഞ്ഞു, സ്വാമി ഈ കാളവണ്ടിക്കാരനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ഒരു സ്വസ്ഥതയും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം വിവേകാനന്ദൻ പറഞ്ഞു 100 രൂപ തരാൻ പറഞ്ഞു. ഉടനെ കാളവണ്ടിക്കാരൻ അത് 100 രൂപ വിവേകാനന്ദൻ കൊടുത്ത് വിവേകാനന്ദൻ ഈ കാളവണ്ടിക്കാരൻ്റെ ഉള്ളിൽ 100 രൂപ കൊടുത്തു. എന്നിട്ട് വിവേകാനന്ദൻ പോവുകയും ചെയ്തു. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞ് വീണ്ടും വിവേകാനന്ദൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേ പ്രഭുവിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ആ പ്രഭു പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രഭു ചോദിച്ചപ്പം പല ഷെഡ്യൂളുണ്ടോ? ഒരു ഷെഡ്യൂളെന്ന് പറഞ്ഞു. ഉടനെ വിവേകാനന്ദൻ കാളവണ്ടിക്കാരനായിട്ടപ്പം കാളവണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ ഈ 100 രൂപ എന്നുള്ളത് 110 രൂപയാക്കാനും പിന്നെ 120 രൂപയാക്കാനും വയ്ക്കുമ്പം കള്ള് കുടിക്കാനും ബഹളം ഉണ്ടാക്കാനും പറ്റുന്നില്ല. ഇതാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം, ഈ 800 രൂപ വരുമാനം കിട്ടുന്നതിൽ 500 രൂപ മിച്ചം വരുന്ന ഈ മിച്ച അധ്വാന മൂല്യത്തെ നമുക്ക് സാമുദായികമായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ? അതിനുള്ള പദ്ധതി നോക്കണ്ടോ? എനിക്ക് തന്നെ വേണം. PB സുരേഷുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നമ്മളെ സൂര്യൻ്റെ എഡിറ്റോറിയൽ ബോർഡുണ്ട്. ഈ PB സുരേഷ് നമ്മുടെ സൂര്യൻ്റെ അതിന് ഞങ്ങളൊക്കെ ഒരുമിച്ച് വളരെ ദീർഘമായിട്ട് പ്രവർത്തിക്കാം. അദ്ദേഹം ആറന്മുളയിലാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് പഴയ രാജാവിൻ്റെ നൽകിയ ഒരു 5 സെൻറ്റ് സ്ഥലവും 5-8 സെൻറ്റ് സ്ഥലവും ഒരു പഴയ കരയോ കെട്ടിടമുണ്ട് KPMSനും. അപ്പോൾ അത് KPMSൻ്റെ കയ്യിലാണ്. KPMSൻ്റെ ഒന്നും ആയിരുന്നില്ല, അത് പട്ടികക്കാരങ്ങനെ ആയിരുന്നു. പിന്നെ KPMSകാരെയായി. അപ്പോൾ ഞാനത് ചില നിർദ്ദേശം പറഞ്ഞു, നിങ്ങളവിടെ ഈ 400 കുടുംബങ്ങളുണ്ട്, ഇവിടെ ഒരു സാമുദായികമായ ഒരു സ്വത്താക്കി ഈ 5 സെൻറ്റ് 10 സെൻറ്റ് മാറ്റുക. അതിൻ്റേതായ ഒരു പരിപാടി നിങ്ങൾ ആസൂത്രണം ചെയ്യുക. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 400 കുടുംബങ്ങളെ 4ആയിട്ട് തിരിച്ച്, അതായത് സാമ്പത്തിക അടിത്തറയുള്ളവർ അതിൻ്റെ ഓരോ 4ആയിട്ട് തിരിച്ചിട്ട് അവർ ഓരോ വീടുകൾക്കും ഒരു കോട്ട നിശ്ചയിച്ചു ഇത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവരെ ഏതാണ്ട് 1 വർഷം കൊണ്ടോ 1 വർഷം കൊണ്ട്
ഏതാണ്ട് ഒരു 5-8 ലക്ഷം രൂപ വരുന്ന വലിയ കല്യാണ മണ്ഡപം പണിയാണല്ലോ. അപ്പോൾ അവർ കണക്ക് കൂട്ടി അവിടെ നടക്കും മൊത്തം കല്യാണങ്ങൾ, അതിൽ നിന്നുള്ള വരുമാനങ്ങൾ ഇതെല്ലാം കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു മാസം ഇത്ര വരുമാനം ഉണ്ടാകാവുന്ന രീതിയിൽ കണക്ക് കൂട്ടി സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേറെ പ്രശ്നം, അത് പോട്ടെ, എന്തെങ്കിലും ആട്ടെ. അതങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ഇപ്പം നമ്മുടെ ആറന്മുള വിമാനത്താവള കമ്പനിക്കാർ സൂര്യ ഇറങ്ങിയപ്പോൾ അവരും കുറേ പൈസ കൊടുത്തു. അങ്ങനെ അവിടെ സ്ഥാപനം ഉണ്ടാക്കി, ആ കടം ഇല്ലാതെ അവിടെ സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട് നല്ല വരുമാനമുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കാം അവർ കഴിഞ്ഞു. മാത്രമല്ല അതിൻ്റെ ആ ഒരു സ്ഥാപനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് പുന്നല ശ്രീമാറാണ്. അപ്പോൾ പുന്നല ശ്രീമാർ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ശാഖയുടെ യോഗത്തിൽ പോകുന്നതെന്നാണ് പറഞ്ഞത്, പുന്നല ശ്രീമാർ പറഞ്ഞത്. അപ്പം പുന്നല ശ്രീമാർ പറഞ്ഞ് ശാഖയുടെ യോഗത്തിൽ പോകുമെന്ന് പറഞ്ഞത്. അതേപോലെ അതിൻ്റെ സുവനീർ ഉദ്ഘാടനത്തിൽ എന്നെ വിളിച്ചിരുന്നു, എനിക്കാണ് ആ സുവനീർ അവർ അത് ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു പോകുന്ന പ്രശ്നം സാമുദായികമായ ഒരു സത്വവസ്ഥയിലേക്ക് വികസിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്. ഇനി ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ചില മേഖലകളിലേക്കും നമുക്ക് വികസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ സിനിമയിലോ അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഇതിലൊരു ഇത് കണ്ടു നമ്മുടെ ഒരു കൈരടി ഷാർജയിൽ നടന്നൊരു പരിപാടിയാണ്. ഷാർജയിൽ ഇതോട് മധ്യപൂർവ്വ രാജ്യത്തിൽ നടന്ന മിഡിൽ ഈസ്റ്റ് നടന്നൊരു പരിപാടിയാണ്. അവിടെ പാട്ട് പാടി നമ്മളെ സത്യൻ കോമല്ലൂരിൻ്റെ പാട്ടാണ്. അതായത് താരക പെണ്ണാളെ എന്നുള്ള ആ പാട്ടാണ് ഒരു ഗ്രൂപ്പായിട്ട് പാടുന്നത്. മാത്രമല്ല വളരെ ഗംഭീരമായ ആൽബമായിട്ടാണ് നമ്മൾ ബാലേന്ദ്രൻ ഇഞ്ചക്കാടിൻ്റെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണെന്ന് പറഞ്ഞാൽ പ്രസിദ്ധീത വളരെ ഭംഗിയായിട്ടാണ് പാടുന്നത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു ഏഷ്യാനെറ്റ് ഒരു നമ്മൾ നാടൻ പാട്ടുകാരി ചാലക്കുടി നാടൻ പാട്ടുകാരിയുടെ നോമിനേഷൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ സാംസ്കാരിക മേഖലകളിലേക്കും നമുക്ക് ഇടിച്ചു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഈ എറണാകുളത്തെ ഒരു പരിപാടി കണ്ടപ്പം രവി DC അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രവി DC ആയിട്ട് പുറത്ത് വന്നപ്പോൾ ഞാൻ രവി DCയോട് പറഞ്ഞു, ഞങ്ങളുടെ കുറച്ച് പുസ്തകം പ്രസരിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ രവി DC പറഞ്ഞു, വളരെ സന്തോഷം, നമുക്ക് യാതൊരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പുസ്തകം എൻ്റെ പേരിൽ അയച്ചു തരിക, അല്ലാതെ പബ്ലിക്കേഷൻ കമ്മിറ്റി അയച്ചതെന്ന് പറഞ്ഞു. അതായത് പബ്ലിക്കേഷൻ കമ്മിറ്റിയിൽ അയച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് താമസം വരും, അല്ലെങ്കിൽ പബ്ലിക്കേഷൻ കമ്മിറ്റി തള്ളിക്കളഞ്ഞാലോ എന്നുള്ള പേരിൽ ഡയറക്റ്റായിട്ട് പുള്ളി സ്വന്തം ഉത്തരവാദിത്വം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഏതാണ്ട് 8 പുസ്തകങ്ങളും ദളിത് സീരീസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ പുസ്തകമുണ്ട്, ബാബുരാജൻ്റെ ഉണ്ട്, അതുപോലെ സ്വാമിച്ചാൻ്റെ ഒരു പുസ്തകമുണ്ട്, പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ, അങ്ങനെ 8 പുസ്തകങ്ങളോളം DC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ മുഖ്യധാരയിലൊക്കെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ തുറന്ന് കിടപ്പുണ്ട്. മാതൃഭൂമിയിലും മാധ്യമത്തിലും അതേപോലെ തന്നെ മറ്റ് ചില ഇപ്പം മിക്കവാറും എല്ലാ പ്രസിദ്ധീകരണങ്ങളിലേക്കും നമുക്കുണ്ട്. അതുപോലെ മറ്റ് പാഠഭേദം പോലെ പ്രസിദ്ധീകരണത്തിൽ നമ്മുടെ മൃദുരായിട്ട് പത്രാധിപ സമിതിയിലുണ്ട്. അങ്ങനെ ധാരാളം പേർക്ക് പൊതുസമൂഹത്തിലേക്ക് തന്നെ സാംസ്കാരിക മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അവസ്ഥയൊക്കെ തന്നെ ഈ പൊതുസമുദായത്തിനകത്തുള്ള നമ്മുടെ ഈ പ്രാതിനിധ്യത്തെ സ്ഥാപിക്കുമ്പോൾ നമ്മൾ പൊതുസമുദായത്തെ സ്വീകരിക്കുകയല്ല വേണ്ടത്. കാരണം നമ്മുടേതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അവബോധത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു പൊതുസമുദായം രൂപീകരിക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം. അതായത് ഒരു ജനാധിപത്യ സമൂഹം രൂപീകരിക്കാനുള്ള നമ്മുടെ സംഭാവനയായിരിക്കണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയായിരിക്കണം നമ്മുടെ പ്രാതിനിധ്യം. ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ ലേഖനം എഴുതുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിൽ എഴുതുമ്പോഴോ എല്ലാം തന്നെ പൊതുസമുദായത്തിൻ്റെ മേൽ അത് പ്രതിപ്രവർത്തിക്കുകയും പൊതുസമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ വ്യവസായവും കൃഷിയൊക്കെ അങ്ങനെയാണല്ലോ, അല്ലാതെ നമുക്ക് സ്വന്തം വ്യവസായമൊന്നുമില്ലല്ലോ. അങ്ങനെ അത്തരം അവബോധത്തിലേക്ക് നമുക്ക് സാംസ്കാരിക രംഗത്തേക്കും വികസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ
ഈ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം അക്ഷരമൊക്കെ എഴുതാനിരിക്കുകയാണ്. എഴുതുമ്പം പലപ്പോഴും നമുക്ക് കുട്ടികളോട് സംബന്ധിച്ചൊരു കാര്യമൊന്നുമില്ലല്ലോ, രക്ഷിതാക്കളോട് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കുട്ടികളുടെ രക്ഷിതാക്കൾ എങ്ങനെ പരിശോധിച്ച് നോക്കേണ്ടത്? നമ്മൾ കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഴയൊരു കാലത്തിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്നിപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജുകളിലോ അല്ലെങ്കിൽ ഉപരിപഠനക്കാരെന്നറിയാം, പണ്ട് ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പം കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഒറ്റ വിഷയം മാത്രമായിരുന്നു. ഇന്ന് കെമിസ്ട്രി അനേക ശാഖോപശാഖകളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബയോളജി അനേക ശാഖോപശാഖകളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റനേക ശാഖകളായിട്ട് വിവിധ പഠന വിഷയങ്ങളെല്ലാം തന്നെ നിരവധി ശാഖോപശാഖകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ശാഖോപശാഖകളൊക്കെ ഫിസിക്സിൽ പ്രശ്നം എന്താണെന്ന് നോക്കുക. ഇതെല്ലാം തന്നെ ഒരു ലോക തൊഴിൽ കമ്പോളത്തിൻ്റെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സന്യാങ്കവിക്കാണെങ്കിൽ ഒരു കണക്ക് പറഞ്ഞു, 1991 ശേഷം നമുക്ക് കിട്ടിയ 2 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അല്ലാതെ കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റോ മറ്റൊരു മാനേജ്മെൻറ്റോ ഒറ്റ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുറന്നിട്ടില്ല. മറിച്ച് അവർ ഈ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ഈ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തുറന്നിരിക്കുന്നത് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ്. ഇതിനർത്ഥം വെച്ചാൽ ഒരു ലോക തൊഴിൽ കമ്പോളം രൂപപ്പെട്ടിരിക്കുന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ചില പ്രശ്നമാണ്. പണ്ട് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ, നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ മക്കളെയൊക്കെ വിട്ടുപിരിയാൻ വേണ്ടി സങ്കടമാണ്. പക്ഷേ ഉയർന്ന സമുദായം നോക്കുക, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ NRIക്കാരുള്ള കുമ്പാഴ അവിടെയൊക്കെ ചെന്ന് നോക്കുക, വൈകുന്നേരം ഒരു ബൈബിളും വായിച്ചുകൊണ്ട് കാരണന്മാരും ഒരു തള്ളപ്പ് തന്തേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനർത്ഥം വെച്ചാൽ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ലോക തൊഴിൽ കമ്പോളത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ചില സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഇപ്പം ശാസ്ത്രത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തേണ്ട കാര്യമുണ്ട്. പക്ഷേ മൗലികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അന്തർധാര, അല്ലെങ്കിൽ അന്തർധാര എന്ന് പറഞ്ഞാൽ ലോക കമ്പോളത്തിലേക്കുള്ള ഈ മാറ്റമാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, സമുദായത്തിൽ കഴിയേണ്ടതുണ്ട്. അതിന് ചില പ്രാരംഭമായ ചില പ്രവർത്തനങ്ങൾ ഈ സമുദായത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ സമാഹരിക്കാൻ മാത്രമേ സമുദായം എന്നുള്ള സംഘടന. ഇപ്പം സമുദായത്തെ പലരും തള്ളി പറയാറുണ്ട്. ഇപ്പോൾ സമുദായം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വാമിച്ച പറഞ്ഞ പോലെ ജാതികളുടെ ഒരു ഏകോപനമാണെന്നൊക്കെ പലരും കരുതിയിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ സമുദായത്തെ പറ്റി ഡോക്ടർ B.R. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ 10ാം വാർഡിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, ഒരു വാക്ക്, ഒരു ചെറിയൊരു വാചകം. അംബേദ്കർ സമുദായത്തെ പറയുകയാണ്, കുടുംബത്തിൻ്റെ വികസിത രൂപമാണ് സമുദായം. സമുദായം സമൂഹത്തിൽ നിന്നും ഭിന്നമാണ്. കുടുംബത്തിൽ കാണുന്ന എല്ലാ നന്മകളും സമുദായത്തിലുണ്ട്. സമുദായത്തിനകത്ത് ബന്ധുത്വം കൊണ്ട് ബന്ധിക്കപ്പെട്ട ബന്ധുക്കൾക്ക് യാതൊരു വിവേചനമില്ല. സമുദായത്തിലെ ഓരോരുത്തർക്കും തുല്യാവകാശമുണ്ടെന്ന് ബന്ധുത്വം അംഗീകരിക്കുന്നു. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് എന്താണ്? രക്തബന്ധത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യമായ ഏകീകരണം, അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു ഏകീകരണമാണ് കുടുംബം. ഈ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സഹായിക്കുകയും പരസ്പരം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ബന്ധുത്വമാണ്. ഈ ബന്ധുത്വത്തെ സമാന ചിന്താഗതിയുള്ള സാമൂഹ്യ വിഭാഗങ്ങളുമായിട്ട് ഏകീകരിക്കുന്നതിലാണ് സമുദായം നിലനിൽക്കുന്നത്. അപ്പം ഈ ബന്ധുത്വത്തിൽ ഏകീകരിക്കപ്പെടുന്നു. ഈ ബന്ധുത്വം സമാന ചിന്താഗതിയുള്ള, സമാന വികാരമുള്ള ചില വിഭാഗങ്ങളുമായിട്ടുള്ള മനോഘടനയുള്ള ഏകീകരണത്തിൽ രൂപപ്പെടുന്നതാണ് സമുദായം. അല്ലാതെ കേവലം ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം രാജഗോപാലിൻ്റെ ഭാഗത്താലപ്പോഴത്തെ പോലെയും KK ദാസിനെ പോലുള്ളവർ ഈ ജാതിവാദമാണെന്നാണ് പറയേണ്ടത്. അതായത് പുരേനും പറയനും ഇത് അങ്ങനെയാണ് ജാതിവാദം പറഞ്ഞപ്പം പൊയ്കലപ്പച്ചന പറഞ്ഞെന്താ, ഒരമ്മയുടെ അച്ഛൻ്റെ മക്കളെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇവിടെ ചില സാമൂഹ്യ വിഭാഗങ്ങൾ അവർ
രക്തബന്ധത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു കാലത്ത് തന്നെ അടിമവർഗങ്ങളായിരുന്നു എന്ന് പറയുമ്പോഴെന്താ പറയുന്നത്? അല്ലെങ്കിൽ അടിമസന്ധകളാണെന്ന് പറയുമ്പോൾ സാമൂഹ്യമായ ഏകീകരണമാണ് പറയുന്നത്. അപ്പോൾ വ്യക്തി, അതായത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു രൂപമാണ് സമുദായ സങ്കല്പം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തെ കാലത്ത് ഉടനീളം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണം, ഞാൻ അതിന് ദീർഘമായിട്ട് പോകുന്നില്ല എങ്കിൽ പോലും സഹോദരയ്യപ്പനും അദ്ദേഹം സമുദായ ഗാനം എന്ന് പറയുന്ന ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്, സമുദായ ഗാനം. അങ്ങനെ സമുദായം എന്ന് പറയുന്നത് ഇതേപോലെ ഏകീകരണമാണ്. ഇതുകൊണ്ട് തന്നെ പരസ്പരം ആശയങ്ങൾ കൈമാറുക മാത്രമല്ല, പരസ്പരം ആശയങ്ങളുടെയും അതേപോലെ സാമൂഹ്യമായ ആവശ്യങ്ങളുടെയും നിർവഹണത്തിനുള്ള കൂട്ടായ്മ സൃഷ്ടിക്കാനാണ് സമൂഹം രൂപപ്പെടുന്നത്. ഇതാണ് സമുദായത്തിൻ്റെ കാര്യം. സമൂഹം എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായ ശ്രേണികളുടെ ഘടകമാണ്. ഇപ്പം നായരും ഞാനുമായിട്ട് അല്ലെങ്കിൽ പുലയനുമായിട്ട് ഒരുപക്ഷെ ഒരു രക്തബന്ധാദീക്ഷ ഏറ്റവും അടുത്തൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിയില്ല. അതേസമയം ഒരു പറയലുമായിട്ടുണ്ടാക്കാൻ പറ്റും, ഒരു വേനലുമായിട്ടുണ്ടാക്കാം, വേനലുമായിട്ട്. ഇത് തന്നെയാണ് നമ്മളിപ്പം വടക്കേ ഇന്ത്യയിൽ നെടുതൽ ഒരു പാർലമെൻറ്റിനിടയ്ക്ക് ഒരു പ്രക്ഷോഭം നടന്ന് അതിക്രമത്തിന് വിധേയമായി നമ്മളെന്തുകൊണ്ട് ബന്ധം പ്രഖ്യാപിക്കുന്നത്? ഇവിടെ നമ്മൾ രക്തബന്ധത്തിലുള്ള സാഹോദര്യമാണ് പ്രഖ്യാപിക്കുന്നത്. ഈ സാഹോദര്യം ഒരുപക്ഷെ അവിടുത്തെ യാദവരുള്ളവർക്കുണ്ടാവില്ല, അതിൻ്റെ ക്ഷത്രിയരുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സമാന ചിന്താഗതിയും സമാന ജീവിത സാഹചര്യങ്ങളും സമാനമായ ലക്ഷ്യങ്ങളിലും ഉള്ള ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ, പ്രത്യേക സാമൂഹ്യ വിഭാഗങ്ങളുടെ ഏകീകരണമാണ് സമുദായം. അത് സമൂഹത്തിൽ വ്യത്യസ്തമായിരിക്കുന്നത് ഈ വ്യക്തി ചിന്തകളിലെ, ആചാരങ്ങളിലെ, അനുഷ്ഠാനങ്ങളിലെ, ലക്ഷ്യങ്ങളിലെ, ജീവിത രീതിയിലെ സമാനതകൾ കൊണ്ടാണ്. അപ്പോൾ ഇതാണ് സമൂഹം. അപ്പം ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം, ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടവും ആ കാലഘട്ടത്തിൽ ഒരു ലോക തൊഴിൽ കമ്പോളം വികസിക്കുകയും ഈ സ്വത്തുള്ള വസ്തുത വികേന്ദ്രീകരിച്ച്, അതായത് സ്വത്തുള്ള വസ്തു ഏറ്റവും വലിയ ധാരണ എന്ന് പറയുന്നത് സ്വത്തുള്ള വസ്തുത വികേന്ദ്രീകരിക്കപ്പെട്ടു, സ്വത്ത് ഉടമസ്ഥത വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഈ വികേന്ദ്രീകൃതമായ ഈ സ്വത്തുടമസ്ഥയും ആഗോള തൊഴിൽ കമ്പോളത്തിലേക്കും പോകാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ആധുനികരാകാൻ കഴിയുള്ളൂ, ഇന്നത്തെ ആധുനികരാകാൻ കഴിയുള്ളൂ. അല്ല പഴയ ആധുനികരല്ല. നമുക്ക് ഉത്തരാധുനിക കാലഘട്ടത്തിൽ ആധുനികരാണ് നമ്മൾ. കേരളത്തിലെ ആധുനീകരണമാണ്. പണ്ട് നമ്മളെന്താ വിളിച്ചത്? അപ്പം നമ്മുടെ തന്നെ ഗതികേട് നമ്മൾ ആലോചിച്ച് ചോദിക്കാൻ, കേരളത്തിൽ നെടുതൽ ഗതികേട് ചോദിക്കാൻ. ഇന്ന് നമുക്ക് CR നീലകണ്ഠൻ വന്ന് പറയുകയാണ് നമുക്ക് പൊതുവായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതന്നെയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർ എന്താ പറഞ്ഞത്? നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, നേടാനുള്ള വലിയൊരു ലോകം എന്ന് പറഞ്ഞു. നമ്മുടെ കോളനി കിടക്കുന്ന 5 സെൻറ്റുകാരനും 10 സെൻറ്റുകാരനും 3 സെൻറ്റുകാരനും എന്ത് ചെയ്ത് തെരുവിലിറങ്ങി നേടാനുള്ളത്, നഷ്ടപ്പെടുവാൻ ചങ്ങലകൾ, നേടാനുള്ളത് വലിയ ഒരു വരാനിരിക്കുന്ന വലിയ സോഷ്യലിസ്റ്റ് ലോകമാണ് സങ്കല്പിച്ച് നമ്മൾ മുദ്രാവാക്യം പിടിച്ച് നടന്നത്. അതേസമയം ഈ സമയത്ത് എന്ത് നമ്മൾ ചെയ്ത്? നമ്മൾ സ്വകാര്യ സ്വത്ത് വ്യവസ്ഥയെ ചിന്തിച്ച് സ്വകാര്യ സ്വത്ത് വ്യവസ്ഥ ഒന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇപ്പം പണ്ട് ഭൂമിക്ക് വേണ്ടി ബാധിക്കുന്നുണ്ട്. നമ്മൾ നക്സൈറ്റുകളടക്കം പോയി വാസം പറഞ്ഞ മാർക്സിസം ഭൂമി ഈ സ്വകാര്യ ഭൂവുടമസ്ഥ ആഗ്രഹിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? മാർക്സിസത്തിൻ്റെ ലക്ഷ്യം ഭൂമിയുടെ ദേശസൽക്കരണമാണ്. അത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഭൂമി ദേശസൽക്കരിക്കുകയും കൂട്ടുകൃഷി സ്ഥാപനങ്ങളിലൂടെ കൃഷി നടത്തുന്നതാണ് മാർക്സിസം വിഭാവന ചെയ്യുന്നത്. അംബേദ്കറും ഈ ഭൂവുടമസ്ഥ അല്ല, ഈ സ്വകാര്യ ഭൂവുടമസ്ഥ അംഗീകരിക്കുന്നില്ല. അംബേദ്കറും ഈ ചെറുകിട ഉടമസ്ഥത ഇല്ലാതാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് അംബേദ്കർ. അങ്ങനെ ഭൂമി സ്റ്റേറ്റിൻ്റെ ആയിരിക്കണം എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ ഈ രണ്ട് സങ്കല്പങ്ങളെയും നിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഭൂവുടമസ്ഥയ്ക്ക് വേണ്ടി വാദിക്കുന്നത്. അതിൻ്റെ അർത്ഥം വെച്ചാൽ
ഇന്നത്തെ ചരിത്ര കാലഘട്ടത്തിൻ്റെ മുഖ്യമായ പ്രവണത എന്ന് പറയുന്നത് വാസ്തവത്തിൽ സമൂഹം സ്വത്തധിഷ്ഠിതമാകുക എന്നുള്ളതാണ്. അതാണ് ആഗോളവൽക്കരണം നമുക്ക് വരുന്ന പടി. ആ സ്വത്തവസ്ഥയിൽ ഇപ്പം ആഗോളവൽക്കരണം ചില ദോഷഫലങ്ങൾ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ മൂലധനത്തിൻ്റെ വലിയ ഒരു പരന്നൊഴുക്കലുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ നിശ്ചയിക്കാൻ പറ്റില്ല. പഴയ ഒരു 30-25 വർഷം മുമ്പുള്ള നഗരമോ ഗ്രാമങ്ങളോ കെട്ടിടങ്ങളോ നമ്മൾ കാണുന്നത് ആഗോളവൽക്കരണ ഫലമായിട്ടുള്ള ഈ മൂലധന പരിഷ്കരണത്തെ വിനിയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ തൊഴിലധിഷ്ഠിതമല്ല സമൂഹം, ഇന്ത്യൻ സമൂഹം തൊഴിലധിഷ്ഠിതമല്ല, മറിച്ച് ലോകത്തെല്ലായിടത്തും ഒരു സ്വത്തധിഷ്ഠ സമൂഹം രൂപീകരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ നോക്കുമ്പോൾ SK വിശ്വാസമൊക്കെ എഴുതുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ 10-60 വർഷത്തെ നമ്മുടെ ലക്ഷ്യം കൊണ്ട്, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു തൊഴിലധിഷ്ഠിത സമൂഹം ഉണ്ടാക്കണം എന്നുള്ളത്. 60 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും കൊണ്ട് ജനസംഖ്യയിലെ 11% പേർക്ക് മാത്രമേ നമുക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുള്ളൂ. ഇന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കേവലം 5% പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുള്ളൂ. അതേസമയം സമ്പദ്ഘടനയുടെ തകർച്ചയിലൂടെ ആയിരക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നം മനസ്സിലാക്കേണ്ടത്, ഒരു സ്വത്തുടമസ്ഥ സമുദായമായിട്ട് മാറാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ഥാപനങ്ങളുണ്ടാക്കാൻ കഴിയൂ. ഞാൻ സ്ഥാപനങ്ങളുണ്ടാക്കാൻ പറയുന്നത് ഈ കോളേജുകളോ അതുപോലെ ആശുപത്രികളോ മാത്രമൊന്നുമല്ല. സിനിമ ഉണ്ടാക്കാൻ കഴിയുന്നത്, മാഗസിൻ ഇറക്കാൻ കഴിയുന്നത്, ഇതൊക്കെ നിലനിർത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ സമൂഹത്തിനും വ്യക്തികൾക്ക് സ്വത്തുടമസ്ഥ ഉണ്ടായിരിക്കണം, സ്വത്തധിഷ്ഠമായിരിക്കണം. നമ്മൾ സ്വത്തുണ്ടാക്കുക എന്നുള്ള സമ്പത്തുണ്ടായിരിക്കണം. മാത്രമല്ല അധികാരവും ഈ സമ്പത്താണ് നിർണ്ണയിക്കപ്പെടുന്നതായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം അദാനിയോ അംബാനിയോ ഒന്നും തിരഞ്ഞെടുക്കപ്പെടുന്നില്ല, പാർലമെൻറ്റിൽ എത്തുന്നില്ല. പക്ഷേ അദാനിയും അംബാനിയും ഭരിക്കുന്നവരാണ്. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് അധികാരമാണ്. അധികാരം എന്ന് പറയുന്നത് സമ്പത്തിന് അധീഷ്ഠിതമാണ്. അപ്പോൾ സമ്പത്ത്, അധികാരം, പദവി, ഇതെല്ലാം ആധുനിക സമൂഹം പഴയ മുതലാളിത്ത കാലഘട്ടത്തിൽ മാറ്റിക്കൊണ്ട് പുതിയ സമ്പത്തുൽപാദനത്തിലെ പുതിയ മേഖലകളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും ചിന്തിക്കാൻ, പണ്ട് കാലത്തൊക്കെ ഈ തൊഴിലാളി മുതലാളി ബന്ധത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്, തൊഴിലാളിക്കെതിരായിട്ട് മുതലാളി സമരം ചെയ്യുക, മുതലാളിക്കത്. ഇന്നൊക്കെ അതൊക്കെ എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാമല്ലോ മോഹൻലാലിൻ്റെ സ്വത്തെന്താ? അത് എത്ര തൊഴിലാളി വെച്ചോണ്ടാണ് ഈ സ്വത്തുണ്ടാക്കിയത്? മമ്മൂട്ടിയുടെ സ്വത്തെന്താ? ഇനി മമ്മൂട്ടിയുടെ പ്രശ്നം പരിശോധിച്ച് വയ്ക്കും. സൂര്യൻ നെല്ലിലെ മമ്മൂട്ടിയുടെ ഒരു കയ്യേറ്റ ഭൂമിയിലേക്ക് നമ്മളെ സുരേഷൻ തൊട്ടതേ ഉള്ളൂ. ഉടനെ നമ്മളെ പിണറായി അവിടെ രോഷാകുലനായിട്ട് രംഗത്ത് വരികയും മമ്മൂട്ടിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം വെച്ചാൽ, സ്വത്ത് സമ്പാദനത്തിൻ്റെയും സ്വത്ത് സമാഹരണത്തിൽ പുതിയ മേഖലകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിനോടൊപ്പം പോകുന്ന ഒരു ബോധ നിലവാരം നമ്മൾ പുലർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ കലാകാരനാണെങ്കിൽ, നിങ്ങളുടെ സാഹിത്യകാരനാണെങ്കിൽ, ഇതെല്ലാം തന്നെ കേവലമായ ആത്മാവിഷ്കാരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അതിനെ ഭൗതികമായ നിലനിൽപ്പിനും വേണ്ടിയുള്ള കൂടി ആക്കുമ്പോൾ മാത്രമേ അത് വാസ്തവത്തിൽ ഒരു സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വികാസവുമായിട്ട് ബന്ധപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് പഴയ വേഷവിധാനങ്ങളുടെ ആധുനികവൽക്കരണം മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ, വ്യക്തികളുടെ, കുടുംബത്തിൻ്റെ, സമുദായത്തിൻ്റെയും കൂടെ പരിഷ്കരണമാണ്. ഈ പരിഷ്കരണത്തിലൂടെ രാഷ്ട്രീയ അധികാരത്തിലേക്കും അതേപോലെ തന്നെ രാഷ്ട്രത്തെ നിയന്ത്രിക്കാനുള്ള പ്രാപ്തി ഒരു സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് വ്യക്തികൾ കൈവരിക്കുന്നതാണ് വാസ്തവത്തിൽ ആധുനിക കാലത്തെ സമുദായവൽക്കരണം. ഈ പഠന ക്ലാസ്സിൽ ചോദ്യങ്ങളൊന്നുമില്ലാതെ എല്ലാവരും വളരെ സംശയങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടുകൂടി ഈ സംരംഭത്തിൻ്റെ
ഉദ്ഘാടനം ഔപചാരികമായി സസന്തോഷം ഞാൻ നിർവഹിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.